ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 89 മണ്ഡലങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുക. ജനവിധി എഴുതാൻ 3 നാൾ മാത്രം നിലനിൽക്കുമ്പോഴും അതീവ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികൾ. നമുക്കറിയാം, ഇത്രയും നാൾ നീണ്ട ഒരു പ്രചാരണം 25 വർഷത്തിന് മുൻപാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. 1.5 വർഷം നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 മുന്നണികളും. മിക്കയിടങ്ങളിലും വികസനമടക്കമാണ് ചർച്ചാ വിഷയം ആയിട്ടുള്ളത്. ഒപ്പം തന്നെ പരസ്പരം ചെളിവാരി എറിയുന്ന സംഭവങ്ങളടക്കം നമ്മൾ കേരളത്തിൽ കണ്ടു. രാജ്യത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റത്തിൻ്റെ ഒരു കാറ്റ് അത് വീശുക തന്നെയാണ് ചെയ്യുന്നത്. ഈ 2002 തവണ വിജയത്തിലേറി 3-ാം തവണയും ആ വിജയപ്രതീക്ഷ മുന്നേറും എന്ന് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി. അത് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്, അതിൽ ഉറച്ചു മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓരോരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. മിക്ക സംസ്ഥാനങ്ങളിലും കൊഴിഞ്ഞുപോക്കടക്കം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷകളും അതുപോലെ തന്നെ ആശങ്കകളും ഒക്കെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ 2024 തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കടുത്ത പ്രചാരണം തന്നെയായിരുന്നു 3 മുന്നണികളും ഓരോ സ്ഥലത്തും മുന്നിട്ട് വെച്ചത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ വോട്ടെടുപ്പിൽ പല വിഷയങ്ങളും ചർച്ചാ വിഷയമായി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വീട്ടിലെ വോട്ട് എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അതിൽ മിക്കയിടത്തും കള്ളത്തരങ്ങളാണ് നടന്നത്. ആ കള്ളത്തരങ്ങളൊക്കെ തന്നെ വെളിച്ചത്താവുകയും ചെയ്തു. അത് കൂടുതൽ നടന്നതാകട്ടെ കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും ഒക്കെ തന്നെയാണ്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറയുന്നുണ്ട്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം പറയുന്നുണ്ട്, അങ്ങനെ ഒരു വോട്ട് അല്ലെങ്കിൽ കള്ളവോട്ട് നടത്താൻ സമ്മതിക്കില്ല, അവർക്കെതിരെ തന്നെ ശക്തമായ നടപടികൾ ഒക്കെ തന്നെ സ്വീകരിക്കുമെന്ന്. എന്തായാലും നാളെ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശം കളറാക്കുവാൻ തന്നെയാണ് 3 മുന്നണികളും ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ പോകാം. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ട് ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഗൗതം, ആദ്യം മുന്നേ തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ പ്രചാരണ പരിപാടികൾ അതുപോലെ തന്നെ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഉള്ള ആളാണ് ഗൗതം. ഇപ്പോൾ 3-ാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൽ അധികാരത്തിലേറുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി, വികസന ഗ്യാരണ്ടി, അത് തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാകുന്നത്. മറ്റൊന്ന്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് മറ്റന്നാൾ ഈ 26-ാം തീയതി 13 മണ്ഡലങ്ങൾ, രാജ്യത്തിൻ്റെ 13 സംസ്ഥാനങ്ങളിലാണ് വിധിയെഴുത്ത് നടക്കുന്നത്. നമുക്കെങ്ങനെ നോക്കിക്കാണാം. രജനി, രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനിയും ഒരു രാത്രിയും ഒരു പകലും മാത്രമാണ് ശേഷിക്കുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ ഒരു മണ്ഡലവും അടക്കം 88 മണ്ഡലങ്ങളുടെ പരസ്യപ്രചരണം അവസാനിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ BJP വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള മേഖലയായി നമുക്ക് കാണാൻ സാധിക്കും. 88-ൽ 62 മണ്ഡലങ്ങളിൽ 2019-ൽ BJP നേതൃത്വം നൽകുന്ന NDA വിജയിച്ച മണ്ഡലമാണ്. അതിൽ 52 സീറ്റുകളിൽ BJP തന്നെ സ്വന്തം നിലയിൽ വിജയിക്കുന്നു. ബാക്കി മണ്ഡലങ്ങളിൽ BJPയുടെ സഖ്യകക്ഷികൾ വിജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചത് കേവലം 25 സീറ്റുകളിൽ മാത്രമാണ്. അതിനാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് BJPക്ക് കഴിഞ്ഞ തവണ വലിയ മേധാവിത്വം ഉണ്ടായ മേഖലകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പരസ്യപ്രചരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ രാജസ്ഥാനിലെ പ്രസംഗം, അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ BJPയും കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷവും തമ്മിൽ നടക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് നമുക്കറിയാം, മൻമോഹൻ സിംഗ് 2006-ൽ അക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ദേശീയ വികസന കൗൺസിലിൻ്റെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ഉടമസ്ഥർ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ നൽകേണ്ടത് മുസ്ലിങ്ങൾക്കാണ് എന്നത് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മറ്റു ചില കാര്യങ്ങൾ വിശേഷിപ്പിച്ചത്. അതായത് കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനമാകും നടക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം അദ്ദേഹം രാജസ്ഥാനിൽ നൽകി. ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും ദേശീയ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. നമുക്കറിയാം 2019-ലും 2014-ലും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ആളിക്കത്തുകയും പിന്നീട് അതെല്ലാം രാഷ്ട്രീയമായി BJPക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 400-ലധികം സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുള്ള BJPക്ക് രണ്ടാം ഘട്ടവും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങൾ, ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന നോയിഡ അടങ്ങുന്ന ഗൗതം ബുദ്ധ നഗരം, അതോടൊപ്പം തന്നെ മധുരയും ഒക്കെ അടങ്ങുന്ന ബെൽറ്റിൽ ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നു. മഹാരാഷ്ട്രയിലെ 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പാണ്. കേരളത്തിൽ നമുക്കറിയാം ആകെയുള്ള 20 മണ്ഡലങ്ങളിലും 26-ന് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകത്തിലെ 28-ൽ 14 മണ്ഡലങ്ങളിൽ ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ജമ്മു മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 26-നാണ്. അങ്ങനെ വളരെ നിർണായകമായ മണ്ഡലങ്ങളിലാണ് നാളെ വൈകുന്നേരം 5 മണിക്ക് പരസ്യപ്രചരണം അവസാനിക്കാൻ പോകുന്നത്. രജനി. യെസ്, ഗൗതം വിശദമായ റിപ്പോർട്ടാണ് തന്നത്. പക്ഷേ നമുക്കപ്പോൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാം വട്ടവും മോദി സർക്കാർ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രകടന പത്രികയിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റിക്കൊണ്ടാണ് വീണ്ടും ഒരു പ്രകടന പത്രിക ഇറക്കിയത്. BJP മൂന്നാം വട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമുക്ക് നോക്കി കാണേണ്ടത് ഈ മുൻപേ പറഞ്ഞ കാര്യങ്ങളടക്കം മുത്തലാഖ് വിഷയം, അതുപോലെ തന്നെ ഈ വനിതാ ബില്ല്, ഒപ്പം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നോക്കിക്കണ്ട രാംലല്ല, അതായത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് NDA സർക്കാർ വീണ്ടും അധികാരത്തിലേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൂടെ. ഒപ്പം മറിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി അത് തകർന്നടിഞ്ഞ് ഒരു തരിപ്പണമായൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഒപ്പം തന്നെ പ്രീണന രാഷ്ട്രീയം വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടുപോകുന്ന അത് ഈ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യം വയ്ക്കുകയാണ് ചെയ്യുന്നത്. രജനി, 2014-ലെയും 2019-ലെയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റിയാണ് BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, അതോടൊപ്പം തന്നെ മുത്തലാഖിന്റെ നിരോധനം, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കൽ, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കൽ, ഇക്കാര്യങ്ങൾ BJP വർഷങ്ങളായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ്. ദേശീയ തലത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം BJP സർക്കാർ നടപ്പാക്കി എന്നതാണ് വളരെ ശ്രദ്ധേയം. അതിനാൽ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം 19-ലെയും 14-ലെയും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കൃത്യമായി ആത്മവിശ്വാസത്തോടെ വോട്ട് ചോദിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അഭിപ്രായ സർവേകളെല്ലാം ഒരുപോലെ വിരൽ ചൂടുന്നത് BJP 400+ എന്ന നിലയിലേക്ക് NDAയുടെ നേതൃത്വത്തിൽ 400 സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ടുള്ള ഒരു ആധികാരികമായ വിജയമാകും 2024-ലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുക എന്നുള്ളതാണ്. മറിച്ചുള്ള അഭിപ്രായങ്ങൾ എങ്ങും ഉയരുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ വിഷയങ്ങൾ, രാമക്ഷേത്രമാണെങ്കിലും കശ്മീരിന്റെ പ്രത്യേക അധികാരമാണെങ്കിലും അതെല്ലാം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങളിൽ ഒന്ന് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ BJP അധികാരത്തിലുള്ള ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ സംസ്ഥാന തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു. അത് ദേശീയ തലത്തിൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം BJP പ്രകടന പത്രികയിൽ നടത്തുന്നു. അതോടൊപ്പം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നടത്തും എന്നത് മറ്റൊരു പ്രഖ്യാപനമാണ്. അങ്ങനെ ദേശീയ വിഷയങ്ങളും അതോടൊപ്പം തന്നെ 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഉന്നമനം, കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ, ഉദാഹരണമായി പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 4 കോടി ഭവനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ നൽകിയിരിക്കുന്നത് 14 കോടി വീടുകളിലാണ്. അതോടൊപ്പം തന്നെ 12 കോടി ശൗചാലയങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയും ആയുഷ്മാൻ ഭാരതം പോലെയുള്ള പദ്ധതികൾ. അപ്പോൾ ഇതെല്ലാം ഉയർത്തിക്കാണിച്ച് 10 വർഷക്കാലം പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കാൻ എന്തൊക്കെ ചെയ്തു എന്ന പ്രോഗ്രസ് കാർഡ് ചൂണ്ടിക്കാണിച്ചും ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അയോധ്യ അടങ്ങുന്ന ദേശീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായിട്ടും 400+ എന്ന മോദി ഗ്യാരണ്ടി അത് 2024-ലും ഉയരുക തന്നെ ചെയ്യും. വികസനം മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട്
എണ്ണിപ്പറഞ്ഞാലും തീരാത്തത്ര വികസനം തന്നെയാണ് രാജ്യത്ത് മോദി സർക്കാർ ചെയ്തത്. അതിൻ്റെ പ്രതിഫലനം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്യും. വിശദമായ ഒരു റിപ്പോർട്ടാണ്, രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടാണ് ഗൗതം നൽകിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് കിടക്കേണ്ടത്. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ത്രികോണ മത്സരം കൊടുമ്പിരി കൊള്ളുന്ന ഒരു ജില്ല എന്ന് തന്നെ നമുക്ക് തിരുവനന്തപുരത്തെ പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ MP അടക്കമുള്ളവർ. പക്ഷെ അപ്പോഴും വികസനം എത്തിപ്പെടാത്ത കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. തീരദേശം അടക്കമുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അവരെയൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രചാരണ പരിപാടികൾ ശക്തമായിട്ട് മുന്നേറുക തന്നെയായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നു. അപ്പോൾ നാളെ കലാശക്കൊട്ടിനൊരുങ്ങുമ്പോൾ എങ്ങനെയാണ് തലസ്ഥാനത്തെ അവസാന വട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ? രജനി, തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനം, സമഗ്ര വികസനത്തിൻ്റെ ഒരു വലിയ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഈ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുന്നത്. നമുക്കറിയാം, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, IT വകുപ്പിൻ്റെ സഹമന്ത്രിയാണ്, വികസന രംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് BPL എന്ന് പറയുന്ന ഒരു മൊബൈലിൻ്റെ വിപ്ലവത്തിന് അതിന് നാന്ദി കുറിച്ച, അല്ലെങ്കിൽ അതിന് നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്, വ്യവസായ പ്രമുഖനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നമ്മുടെ ഭാരതത്തിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വികസനങ്ങളൊന്നും കടന്നു വരാത്ത ഒരു നഗരപ്രദേശമാണ്, ഒരു തലസ്ഥാന ജില്ലയാണ്. ഇവിടെ ഒരു മെട്രോ സിറ്റി പോലും അല്ല. അത്തരത്തിലുള്ള ഒരു മെട്രോ ട്രെയിൻ അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അത്തരത്തിലുള്ള നിരവധി വികസന പദ്ധതികൾ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖലയടക്കം വികസനങ്ങളൊന്നും എത്തപ്പെടാത്ത നിരവധി പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ കാലങ്ങളായി വിജയിച്ചു, അല്ലെങ്കിൽ 2 ടേമായി വിജയിച്ചു വരുന്ന ശശി തരൂർ, അദ്ദേഹം നമുക്കറിയാം കേന്ദ്രമന്ത്രിയായിരുന്നു, വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെതായി പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരൊറ്റ വികസന പദ്ധതി പോലും ഇവിടെ തലസ്ഥാന ജില്ലയിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കുന്നതാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ സ്വാധീനമുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് ഇടത് ജനാധിപത്യ മുന്നണി. LDF-ൽ മത്സരിക്കുന്ന ആളുകൾ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. 2-ാം സ്ഥാനത്ത് വരുന്നത് NDA ആണ്, BJP ആണ്. അതുകൊണ്ട് ശശി തരൂർ തന്നെ നോമിനേഷൻ കൊടുത്ത അവസരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രധാനപ്പെട്ട മത്സരം NDA സ്ഥാനാർത്ഥിയുമായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും NDAയും UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള ബലാബലമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. പക്ഷേ LDF പറയുന്നു, അങ്ങനെയല്ല, ഞങ്ങൾ ശക്തമായ സ്വാധീനമുണ്ട്. ഇവിടെയുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണത്തിലും ഞങ്ങളാണ് വിജയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ സ്വാധീനമാണ്. അതുമാത്രമല്ല, പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന മുൻ MP-യെ തന്നെയാണ് അവർ ഇവിടെ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആർക്കും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് കുത്തക മണ്ഡലമൊന്നും അല്ല തിരുവനന്തപുരം. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ആൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ BJP അല്ലെങ്കിൽ NDA 2 തവണയായി 2-ാം സ്ഥാനത്ത് വരുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ഏതവസരത്തിലും NDAയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ജനമനസ്സ് തലസ്ഥാനത്തുണ്ട് എന്ന് പറയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൃത്യമായ വികസന പദ്ധതികളും തീരദേശ മേഖലയിലടക്കം ആ സമൂഹം നേരിടുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം മുമ്പിലേക്ക് വെക്കുന്ന ആശയങ്ങളും വികസന പദ്ധതികളും ജനങ്ങളേറെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ പ്രചാരണത്തിൽ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശശി തരൂർ മുന്നോട്ട് വെച്ച പല വാഗ്ദാനങ്ങളും നടപ്പായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വലിയ മോഡൽ അല്ലെങ്കിൽ മറ്റ് നഗര മാതൃകകളൊക്കെ ഇവിടെ നടപ്പാക്കുമെന്ന് പറഞ്ഞു, അതൊന്നും നടപ്പായിട്ടില്ല. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതൊന്നും നടപ്പായിട്ടില്ല. ശശി തരൂർ നടത്തിയ വാഹന പ്രചരണ ജാഥയിൽ പോലും സ്ത്രീകൾ ഇറങ്ങി വന്ന് അങ്ങേക്ക് വോട്ടില്ല, പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്യാത്ത വ്യക്തിയാണ് അങ്ങ് എന്ന് പറഞ്ഞ് ശശി തരൂരിൻ്റെ മുഖത്ത് നോക്കി വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന സാഹചര്യം ഇത്തവണ പ്രചാരണത്തിലുണ്ടായി. അതുമാത്രമല്ല, UDF-ല് തന്നെ അസ്വസ്ഥരായ നിരവധി ആളുകളുണ്ട്. മറ്റാർക്കും അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ മാത്രം മുന്നിൽ നിർത്തി എല്ലാ തെരഞ്ഞെടുപ്പിലും നേരിടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ പോലും വലിയ അമർഷമുണ്ട്. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഷൈൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. കോൺഗ്രസിന് അപര സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്. CSI സഭയിൽപ്പെട്ട വ്യക്തിയാണ്. കൃത്യമായി കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷൈൻലാൽ. ക്യാമറ ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം
ശശി തരൂരിനെതിരെയാണ് സംസാരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LDFന് വേണ്ടി മത്സരിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിൽ പല യോഗങ്ങളിലും പോകുമ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവരാണ് കോൺഗ്രസും ഇടതുപക്ഷവും, എന്തിനിവിടെ പരസ്പരം മത്സരിക്കുന്നു, ഒന്നിച്ചു മത്സരിച്ചുകൂടെ എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം, ആർക്കാണോ ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ളത് അവർക്ക് BJP വിജയിക്കാതിരിക്കാൻ വോട്ട് മറിക്കുന്ന ഒരു രീതി ഇടതുപക്ഷത്തിന് ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇടതുപക്ഷം കോൺഗ്രസിന് വോട്ട് മറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പുമെല്ലാം ശശി തരൂർ വിജയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇടതുപക്ഷം വളരെ പിന്നിലായി, വളരെ മൂന്നാമതായി നാണം കെട്ടു പോകുന്ന സാഹചര്യം CPI സ്ഥാനാർത്ഥികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണയും അത് ആവർത്തിക്കാനുള്ള സാധ്യത കുറവല്ല. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ശശി തരൂരിന് LDF വോട്ട് മറിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. അതുകൊണ്ട് പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിനെ നിർത്തി അവർ നാണം കെടുത്തുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ മറികടക്കാൻ കഴിയുന്ന ജനസ്വാധീനം രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് ദേശീയ തലത്തിൽ നടത്തിയ സർവേകളിൽ പോലും വ്യക്തമാകുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രചാരണം നമ്മൾ നോക്കുക, വളരെ വ്യത്യസ്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ നീങ്ങുന്നത്. ഇന്ന് പാറശാലയിൽ നിന്നും അദ്ദേഹം ട്രെയിൻ യാത്രയാണ് നടത്തിയത്. പാസഞ്ചർ ട്രെയിനിൽ കയറി പാറശാലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് ട്രെയിൻ യാത്രക്കാർ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാം നേരിൽ മനസ്സിലാക്കിക്കൊണ്ട് ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പര്യടനം. അതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം എങ്ങോട്ടും ആളുകൾ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും പ്രതീക്ഷയോടെ നീങ്ങുന്നുവെങ്കിലും NDAക്ക് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്, വളരെ വളക്കൂറുള്ള മണ്ഡലമാണ്. സംസ്ഥാനത്ത് തന്നെ BJPക്ക് ആദ്യ MLA സമ്മാനിച്ച നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. നിയമം ഈ പറയുന്ന തിരുവനന്തപുരം ലോക്സഭയിൽ ഉൾപ്പെടുന്നതാണ്. കഴക്കൂട്ടം നമ്മൾക്കറിയാം, ഈ പറഞ്ഞ IT പാർക്ക് അടക്കമുള്ള മേഖലയാണ് കഴക്കൂട്ടം. ആ മേഖലയിൽ നിന്നും നല്ല വോട്ട് രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവ് BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നിയമം BJP വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. തിരുവനന്തപുരം ഈസ്റ്റ് BJPക്ക് നല്ല സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ നിന്ന് നല്ല സ്വാധീനമുണ്ടാക്കിയ മണ്ഡലമാണ് തിരുവനന്തപുരം ഈസ്റ്റ്. അതേപോലെ തന്നെ പാറശാല നമ്മൾക്കറിയാം, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് അണ്ണാമലൈ അവിടെ വന്ന് നടത്തിയ റോഡ് ഷോ, 10,000-കണക്കിന് ആളുകളാണ് ഈ 2 വീലർ അടക്കം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. പാറശാലയിൽ ജനങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടാണ് അണ്ണാമല അവിടെ പ്രചാരണം നടത്തിയത്. അതുകൊണ്ട് പാറശാലയിൽ നല്ല സ്വാധീനം. അതേപോലെ തന്നെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന നെയ്യാറ്റിൻകര, അതേപോലെ തന്നെ കോവളം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. NDAക്ക് വളരെ വളക്കൂറുള്ള മണ്ഡലം. ശശി തരൂരിനെ മടുത്തിട്ടുണ്ട്. എന്തായാലും LDF 3ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലത്തിൽ സാധാരണക്കാർ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ NDAക്ക് വിജയസാധ്യത ഏറെയുള്ള മണ്ഡലമായി നമുക്ക് തിരുവനന്തപുരത്തെ കണക്കാക്കേണ്ടി വരും. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് പരസ്യമായി അവർ എല്ലാ മേഖലയിലും നടത്തുന്നത്. NDAക്കൊപ്പം തന്നെ UDFും LDFും ശക്തമായി തന്നെ ദേശീയ നേതാക്കളെ തന്നെ ഇറക്കി തിരുവനന്തപുരത്തെ കൊടുങ്കാറ്റ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പ്രചാരണം ശക്തമാക്കുക തന്നെയാണ് 3 മുന്നണികളും. മാറ്റം ആഗ്രഹിക്കുക തന്നെയാണ് തിരുവനന്തപുരത്തെ ജനത. അതുകൊണ്ട് തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുവാൻ തന്നെയാണ് സാധ്യത, കൂടുതൽ വോട്ട് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം വിജയ സാധ്യതയും കാണുന്നുണ്ട്. BJP ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്ന ഒരു മണ്ഡലം, ഒരു A ക്ലാസ് മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. വിശദമായ റിപ്പോർട്ടാണ് MK വിനോദ് പങ്കുവച്ചത്. ഇനി ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങലിലും ഉള്ളത്. ഒരു കേന്ദ്രമന്ത്രി, സിറ്റിംഗ് MP, അതുപോലെ തന്നെ MLA. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് മികച്ച വോട്ട് പിടിക്കുവാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടെയാണ്. അത് ഉയർത്തുവാനായി വീണ്ടും ഈ 2024 തെരഞ്ഞെടുപ്പിലും അത് ഉയർത്താൻ തന്നെ ആയിരിക്കും സാധിക്കുക. കാരണം ശക്തനായ ഒരു നേതാവും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. നേരത്തെ നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വികസനം എത്താത്ത സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അത് എത്തിക്കുക എന്നുള്ളതാണ് NDA സർക്കാരിൻ്റെ ലക്ഷ്യം. അത് തൻ്റെ വിജയത്തിലൂടെ തന്നെ താൻ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെ പോകുന്നു അവസാന ലാപ്പിൽ ആറ്റിങ്ങലിലെ പ്രചാരണം?
രജനി, ആറ്റിങ്ങലിൽ വിജയം ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. നമുക്കറിയാം ഈ ആറ്റിങ്ങലിന്റെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. അവസാനഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ജനങ്ങളെ ആവുന്നതും കഴിയുന്നതും അത്ര ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് സംവദിച്ചുകൊണ്ട് ഉള്ളൊരു പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കാണ് ഇതുവരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേരുവാനുള്ളത്. ആ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആറ്റിങ്ങലിൽ വിജയം ഊട്ടിയുറപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. അല്പസമയം മുമ്പാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ആറ്റിങ്ങലിലെ വികസന പത്രിക പുറത്ത് ഇറക്കിയത്. അതായത് സമഗ്ര മേഖലകളിലും വികസനം പറഞ്ഞുകൊണ്ടൊരു പത്രികയാണ് ആറ്റിങ്ങലിൽ നിന്നും പുറത്തിറക്കിയിരിക്കുന്നത്. ആറ്റിങ്ങലിലെ വികസനം എങ്ങനെയായിരിക്കണം, അത് ഏതൊക്കെ മേഖലകളിലൂടെ വേണം, എന്തൊക്കെ രീതിയിൽ വേണം എന്നെല്ലാം അടക്കം ഈ വികസന പത്രികയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പത്രിക അല്പസമയം മുമ്പാണ് BJPയുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ പുറത്തിറക്കിയത്. റെയിൽ, അതുപോലെ തന്നെ റോഡ്, റെയിൽ ഗതാഗത മേഖലകളിൽ അടക്കമുള്ള സമഗ്രമായ വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കൃഷി, അതുപോലെ തന്നെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ വികസനത്തിന്റെ മുരടിപ്പുള്ളത് അത്തരത്തിൽ ആ മണ്ഡലത്തിലെ വികസന മുരടിപ്പെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പ്രധാനപ്പെട്ട 16 വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വികസന പത്രികയാണ് അല്പസമയം മുമ്പാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് വിഷയത്തിലേക്ക്, ആറ്റിങ്ങലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാൾ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഇപ്പോൾ വി മുരളീധരൻ കൈവരിക്കുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങളും ചെന്നെത്തുന്നൊരു സാഹചര്യമുണ്ട്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഈ വി മുരളീധരന്റെ അടുത്തേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ സമസ്ത മേഖലകളിലേക്കും ഈ പ്രചരണം പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നൊരു കാഴ്ച കൂടി പങ്കുവയ്ക്കാനാകും. എന്തായാലും ആറ്റിങ്ങലിൽ അന്തിമ വിജയം ആർക്ക് എന്നതിന് ചോദ്യത്തിന് പോലും ഉത്തരം നൽകാത്ത രീതിയിലാണ് ഇപ്പോൾ സ്ഥിതികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിഴക്കൻ മേഖലകളും അതുപോലെ തന്നെ കിഴക്കൻ മേഖലയായ ആറ്റിങ്ങലിൻ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയായ മലയോര മേഖലകളിലും അതുപോലെ തന്നെ പടിഞ്ഞാറ് തീരദേശ മേഖലകൾ, ഈ തീരദേശ മേഖലകളിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തുകയുണ്ടായി. പലവട്ടം പല രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ നേരിട്ട് അറിഞ്ഞുകൊണ്ട്, ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട്, ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഈ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പോലും ഈ മണ്ഡലത്തിൽ നേരിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ആനുകൂല്യം, ഒരു പിന്തുണ ഈ കാര്യത്തിൽ മുരളീധരന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു MP എങ്ങനെയാണോ പെരുമാറേണ്ടത്, ആ MP പെരുമാറാത്ത സ്ഥാനത്ത്, ആ സ്ഥലത്ത് നിന്ന് പോലും ജയിക്കാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് MP പോലുമാകാത്ത മുരളീധരൻ അവിടെ നിന്നുകൊണ്ട് നേരത്തെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ജനങ്ങളെ അടുത്തറിയുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ മുരളീധരൻ കഴിവ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം ഒരു ഗുണകരമായ മാറ്റത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പല സമയത്ത് പല അവസരങ്ങളിലായി സംസാരിക്കുകയുണ്ടായി. അവരെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നതും വി മുരളീധരൻ ഈ മണ്ഡലത്തിൽ നിന്നും, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വരണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഒരു പൊതുവായ അഭിപ്രായം രൂപപ്പെട്ടു വരികയും ചെയ്യുന്നത്. മാത്രമല്ല നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ നമുക്കറിയാം പല രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പല ആളുകളെ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളടക്കം അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ട് തിരിച്ചെത്തിക്കുന്ന കാര്യത്തിലെല്ലാം വലിയ ഒരു നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പല സ്ഥലങ്ങളിൽ പോലും, പല രാജ്യങ്ങളിൽ പോലും കുടുങ്ങിപ്പോയ ആളുകളെല്ലാം തിരിച്ചെത്തിക്കുന്നത്, അതിൽ മലയാളികളായ ആളുകളെ തിരിച്ചെത്തിക്കുന്നതിലടക്കം, ആ തിരിച്ചെത്തിക്കുക മാത്രമല്ല, ആ തിരിച്ചെത്തിച്ച് അവരെ സന്ദർശിക്കുകയും അവരുടെ വീട്ടുകാർക്ക് ഒരു പിന്തുണ അർപ്പിക്കുകയും, ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കുടുംബം കടന്നു പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് നേരിട്ട് മന്ത്രി ചെന്നുകൊണ്ട് പിന്തുണ അറിയിക്കുകയും അതുപോലെ തന്നെ വിശദ വിവരങ്ങൾ പ്രകടിപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് താങ്ങും തണലും ആയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നേരത്തെ വി മുരളീധരന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, വികസനങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പലതവണ ഈ മണ്ഡലങ്ങളിൽ ഉടനീളം അദ്ദേഹം സഞ്ചരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആകെ നോക്കിക്കാണുമ്പോൾ ആറ്റിങ്ങലിൽ വിജയം സുനിശ്ചിതം എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മഹാറാലി അവിടെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലുള്ള ജനപിന്തുണ മാത്രമല്ല ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നെത്തപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ മേഖലകളിലേക്കും എടുത്തു പറയുമ്പോൾ ആ ഗ്രാമങ്ങൾ പോട്ട് നഗരങ്ങൾ മുതൽ നഗര വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മേഖലകളിലും ചെന്നെത്തുന്ന അവിടെയെല്ലാം വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഗുണകരമായ മാറ്റത്തിലേക്ക്, ഒരു വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചതും എന്ന് തന്നെയാണ് ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുണ്ട്, വികസന നയങ്ങളിലൂടെ, വിവിധ പദ്ധതികൾ
മീറ്റിങ്ങുകളിലൂടെയെല്ലാം ജനങ്ങൾക്ക് ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ നിരവധി ആളുകളാണ് ഈ മണ്ഡലങ്ങളിലുടനീളമുള്ളത്. അതുകൊണ്ട് തന്നെ അവരുമായി സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നമ്മൾ ആരായുമ്പോൾ ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളായവർ നിരവധി പേർ അവർ ഒറ്റക്കെട്ടായി പറയുന്നത് ഇത്തരത്തിൽ മുരളീധരൻ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരേണ്ട സാഹചര്യം അനിവാര്യതയാണ്. അതായത് അടുത്ത മൂന്നാമത്തെ മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആറ്റിങ്ങലിലും വികസനം ഉണ്ടാകണം, ആറ്റിങ്ങലിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള വികസനം, മണ്ഡലത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം ഉണ്ടാകണം. അതിനുവേണ്ടി കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ NDAയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കയറണമെന്ന് തന്നെയാണ് ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. ഒപ്പം പൈതൃകവും സംസ്കാരവും ഒക്കെ തന്നെ ഒത്തിണങ്ങിയ ആറ്റിങ്ങലിൽ ആരാകും അവസാന മത്സരത്തിൽ എത്തിച്ചേരുക എന്നുള്ളൊരു പ്രതീക്ഷയിലും അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിലുമാണ് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കമുള്ളത്. എന്തായാലും ആറ്റിങ്ങലിലെ വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ തന്നെ പങ്കുവയ്ക്കുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. കോഴിക്കോടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകുന്നത്. ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് നിന്നും നിരവധി തെരഞ്ഞെടുപ്പ് വാർത്തകൾ, പ്രത്യേകിച്ച് ഈ വികസനം ഒക്കെ ഉള്ള ചർച്ചയാകുന്ന വാർത്തകളൊക്കെ തന്നെ ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതടക്കം നമ്മൾ കണ്ടതാണ്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് 3 മുന്നണികളും 3 സ്ഥാനാർത്ഥികളും ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, UDF കഴിഞ്ഞ 15 കൊല്ലം വിജയിച്ചു വന്ന MK രാഘവൻ തന്നെയാണ് ഇത്തവണയും മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി കളത്തിലിറക്കിയിരിക്കുന്നത്. LDF ആവട്ടെ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തൊഴിലാളി നേതാവും MP-യുമായ എളമരം കരീമിനാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് NDA ക്യാമ്പ്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ നാളത്തെ കൊട്ടിക്കലാശത്തിനായുള്ള എല്ലാ സന്നാഹങ്ങളും സർവ്വസന്നാഹങ്ങളുടെയും ഒരുക്കുന്ന ഒരു തിരക്കിലാണ്. അത് പാർട്ടി പ്രവർത്തകരാവട്ടെ, അമ്മമാരാവട്ടെ, എല്ലാവരും രാവിലെ മുതൽ തന്നെ ആവേശത്തോടു കൂടി തന്നെ ഈ പതാകകളാവട്ടെ, കുടിമരങ്ങളാവട്ടെ, നരേന്ദ്രമോദിയുടെ മുഖംമൂടികളാവട്ടെ എല്ലാം കൃത്യമായി തയ്യാറെടുത്തുകൊണ്ട് തന്നെ ഏതു വിധേനയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയം താമര കോഴിക്കോട് NDAയുടെ പ്രചാരണത്തിന് മാറ്റുകൂട്ടുക, ശക്തി കൂട്ടുക തന്നെയാണ്. നാളത്തെ കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ തന്നെ സജ്ജീകരിക്കുകയാണ്. ഇപ്പോൾ വനിതാ പ്രവർത്തകരടക്കമുള്ളവർ നമ്മൾ NDA ക്യാമ്പിലെ വിശേഷങ്ങളാണ് കണ്ടത്. ആനന്ദ് തുടരും. എന്തായാലും ഇപ്പോൾ നമ്മളോടുകൂടി ചേരുന്നത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും NDAയുടെ ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കൺവീനറുമായിട്ടുള്ള ഇൻചാർജുമായിട്ടുള്ള മാഷ നാരായണ മാഷോട് തന്നെ നമുക്ക് നേടിവെക്കാം. പക്ഷേ ഇനി പോളിംഗ് ബൂത്തിലേക്ക്, വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് കേരളം എത്തുകയാണ്. എത്രത്തോളം പ്രതീക്ഷയിലാണ് കോഴിക്കോട് മണ്ഡലത്തിലെ NDA ക്യാമ്പ്? കോഴിക്കോട് മണ്ഡലത്തിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് വരെയുള്ള പ്രവർത്തനം. ഇനി കൊട്ടിക്കലാശവും 26-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് വരെയുമുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായി എല്ലാവരും ഇന്ന് രംഗത്താണ്. വീടുകളിൽ സമ്പർക്കം നടത്തുന്നു, മറ്റ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു. വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന പ്രവർത്തനത്തിൽ ജനങ്ങളുള്ളത്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. അതായത് ന്യൂനപക്ഷ വോട്ടുകളെ ഏത് തരത്തിൽ സമാഹരിക്കാനുള്ള രീതികളാണ് ഇത്തവണ എന്തായാലും BJP രംഗത്ത്? BJPയുടെ നയമെന്ന് പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള നയമാണ്. പക്ഷേ എന്ന് കരുതി എതിരാളികളുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആട്ടി ഓടിച്ച് പാകിസ്ഥാനിലേക്ക് വിടുമെന്നൊക്കെയുള്ള പ്രചരണമായിരുന്നു. അത് നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലവും ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാൻ പറ്റും, ഹജ്ജ് യാത്രയ്ക്ക് വനിതകളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പോകുന്ന അവസ്ഥ അതില്ലാതാക്കി. അതുപോലെ തന്നെ ധാരാളം ഹജ്ജ് കോട്ട, സൗദി ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ച് അഴിമതിരഹിതമായ ഹജ്ജ് യാത്ര നടത്താനുള്ള അവസരം ഉണ്ടാക്കി. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങൾക്ക് എതിരെ ശക്തമായ നിയമം സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം നിയമസഭയുടെ 1ാമത്തെ ബൂത്തിൽ 1ാമത്തെ ഗുണഭോക്താക്ക് ആസിയാമു എന്ന് പറയുന്ന മുസ്ലിം വനിതയാണ്. അതിൻ്റെ അർത്ഥം എന്താ? സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നത് മുദ്രാവാക്യം മാത്രമല്ല, പ്രവർത്തന പദ്ധതിയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കാനും
അവരെ ഭയപ്പെടുത്തുന്നതിനും ഇരു മുന്നണികളും CAA പശ്ചാത്തലത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മുസ്ലിം പോലും കേരളത്തിൽ നിന്നോ ഇന്ത്യ രാജ്യത്തിൽ നിന്നോ അയൽ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല, പൗരത്വം നിഷേധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ അവർ തൊട്ടറിഞ്ഞതാണ് മോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളിൽ വളരെ വലിയ പ്രതീക്ഷയാണ് NDA സ്ഥാനാർത്ഥിക്കുള്ളത്. ഈ തുടക്കം മുതൽ തന്നെ ഈ ജില്ലയിൽ BJP ദേശീയ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് പ്രചാരണം നടത്തിയത്. അപ്പോൾ അതെല്ലാം എത്രത്തോളം വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയാണ്. മറ്റ് 20 പാർലമെന്റ് മണ്ഡലത്തിലും ഉള്ളതുപോലെ ചെറുപ്പകാലം മുതൽ ശക്തമായി വിദ്യാർത്ഥി പരിഷത്തിലൂടെ യുവമോർച്ചയിലൂടെ വന്നിട്ടുള്ള നേതാവാണ് MT രമേശ്. നമ്മുടെ പ്രധാനമന്ത്രിക്കും ദേശീയ അധ്യക്ഷനും നേരിട്ട് പേര് വിളിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള അത്രയും ഫെമിലിയറായ ഒരു നേതാവാണ് MT രമേശ്. സ്വാഭാവികമായും മലബാറിന്റെ ഹൃദയം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ജനസംഘത്തിന്റെയും മറ്റ് സംഘടനകളുടെയൊക്കെ ഉത്ഭവസ്ഥലം, കേരളത്തിൽ ഉത്ഭവസ്ഥലം എന്ന നിലയിൽ ഇവിടെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 2 അക്ക സംഖ്യയിൽ പ്രതീക്ഷിക്കുന്ന പാർലമെന്റ് മണ്ഡലം കോഴിക്കോടാണ് അതിലൊന്ന് എന്നുള്ളത് കൊണ്ടാണ് ദേശീയ നേതൃത്വം പ്രഥമഘട്ടത്തിൽ തന്നെ ഇവിടെ വരികയും വലിയ ജനങ്ങളെ ആവേശഭരിതമാക്കിയ റോഡ് ഷോയൊക്കെ നടത്തിയത്. എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് കോഴിക്കോട് മണ്ഡലത്തിലും BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണായുധം. മോദിയുടെ ഗ്യാരണ്ടി വോട്ടായി മാറുകയാണെങ്കിൽ കോഴിക്കോട് താമര വിരിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ്. മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് സംസ്ഥാനത്തും എല്ലാ മണ്ഡലങ്ങളിലും മുന്നോട്ട് വയ്ക്കുന്നത്. NDA സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവസാനവട്ട കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കോഴിക്കോട് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ആനന്ദപുതൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത്. പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. അർജുൻ PS ഉണ്ട്. അർജുൻ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ദേശീയ തലത്തിൽ വരെ എത്തിച്ചേർന്നൊരു സംഭവമാണ്. കാരണം വയനാട്ടിലെ വന്യജീവി ആക്രമണം തന്നെയാണ് ഈ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഒരു MP ഉണ്ടായിരുന്നിട്ട് പോലും അവിടുത്തെ ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഇത്രയും അധികം 4 പേരിലധികമാണ് ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ആദ്യഘട്ടത്തിൽ രാഹുൽ തയ്യാറായിട്ടില്ല. അതിൽ തന്നെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് BJPയെ നോക്കി കാണുകയാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ മത്സരങ്ങളിലെല്ലാം തന്നെ മത്സരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളായിരുന്നു K. സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ NDAക്ക് വലിയ പ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. ഒപ്പം CPMന്റെ ആനി രാജ എന്ന് പറയുന്നത്. എങ്ങനെ ഈ പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നാളെ കൊട്ടിക്കലാശമാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം? ഒപ്പം ഇത് രീതിയിൽ അവസാന ഘട്ടത്തിൽ വോട്ട് പിടുത്തവുമായിട്ട് മുന്നോട്ട് പോകുന്നു 3 സ്ഥാനാർത്ഥികൾ. രജനി, പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലാണ്. ഈ അവസാന ഘട്ടത്തിലും ഈ അവസാന ലാപ്പിലും വലിയ ആവേശത്തോടെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും വയനാടിന്റെ ഉൾമേഖലകളിലടക്കം കടന്നുകയറുന്നതും അത്തരത്തിൽ പ്രചാരണം നടത്തുന്നതും. വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെ നമുക്ക് വയനാടെന്നും പ്രതീക്ഷിക്കാം. കാരണം രാഹുൽ ഗാന്ധിയാണ് ഒരു വശത്ത്, UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി ആനി രാജ, അതുപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാമർ പോരാട്ടം തന്നെ ഇവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മണ്ഡലങ്ങളാണ് ഈ വയനാട് മണ്ഡലത്തിലുള്ള, നിയോജക മണ്ഡലങ്ങളാണ് പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അതിൽ 3 എണ്ണമുള്ളത് ചുരത്തിന് താഴെയാണ് എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് വയനാട്ടിൽ നടക്കുന്നത്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വന്യമൃഗശല്യം വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്ന ഒരു കാര്യമാണ് വന്യമൃഗശല്യം എന്നുള്ളത്. 4 മാസത്തിനിടെ 3 ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞത്. അത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ ആയുധമാക്കിക്കൊണ്ട് മുന്നണികൾ, അതായത് NDA മുന്നണി പ്രധാനമായും പുറത്തെടുക്കുന്നത് ഇത്തരത്തിലുള്ള ആയുധങ്ങളാണ്. അതായത് വന്യമൃഗശല്യം, രാത്രിയാത്രാ നിരോധനം, ചുരം ബദൽപാത, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ വയനാട്ടിലുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് NDA പ്രചാരണ ആയുധമാക്കുന്നത്. തൊട്ടടുത്ത് തന്നെ UDF സ്ഥാനാർത്ഥി പ്രചാരണം ആയുധമാക്കുന്നത് ദേശീയ നേതാവ് എന്ന തലത്തിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പരാജയം MPക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളടക്കം നമ്മളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ രാത്രിയാത്രാ നിരോധനത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പുരോഗതി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗശല്യ ആക്രമണത്തിന് ശേഷം ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ, അതായത് മാനന്തവാടിയാണ് ഇപ്പോൾ മെഡിക്കൽ
മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡിൽ മാത്രമാണ് മെഡിക്കൽ കോളേജ് എഴുതി വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ റെഫർ ചെയ്യുമ്പോൾ ഈ കൽപ്പറ്റ എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ചുരം ഇറങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായവർ മരണപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി വയനാട് മാറുകയാണ്. പ്രധാനമായും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ആനി രാജ മത്സരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിരത്തിലിറക്കിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് NDA ഇതിനുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ 3 പ്രമുഖർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് വയനാട്ടിൽ നടക്കുന്നത്. അവസാനഘട്ട ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം, നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം, പിന്നീട് ഗ്രാമ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാകുന്നു. ഗോത്രവർഗ്ഗങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് വയനാട്. അത്തരത്തിൽ വനവാസി മേഖലകളുള്ള പ്രദേശമാണ് വയനാട്. നിരവധി വനവാസികൾക്ക് ഇപ്പോഴും പട്ടയം ലഭിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമി ലഭിക്കാനുള്ള നിരവധി വനവാസികൾ ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വരും തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാകും. വന്യമൃഗശല്യം തന്നെയായിരിക്കും പ്രധാനമായും വയനാട്ടിൽ ചർച്ചാ വിഷയമാകുക. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 മാസത്തിനുള്ളിൽ 3 പേരുടെ ജീവനാണ് വന്യമൃഗ ശല്യം മൂലം നമുക്ക് നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും NDA ആ പ്രചാരണം ശക്തമാക്കുകയെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ LDFും ആനി രാജയെ കളത്തിലിറക്കിക്കൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ രാഹുൽ ഗാന്ധി UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് വയനാട്ടിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇവിടെ ഇറങ്ങുമ്പോൾ ആരെയാണ് ഈ തവണ പിന്തുണയ്ക്കുക, ജനങ്ങൾ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വയനാട്ടിൽ പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. യുവമോർച്ച നേതാവായ സമയത്ത് തന്നെ ഇവിടെ പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. ആ പരിചയം വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നിരീക്ഷിക്കുന്നത്, NDA ക്യാമ്പ് നിരീക്ഷിക്കുന്നത്. ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വനവാസി വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ NDA സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ വയനാട്ടിലെ MP ആണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ ഈ വന്യമൃഗ ശല്യവും അതുപോലെ തന്നെ രാത്രിയാത്രാ നിരോധനവും ഈ ചുരം ബദൽ പാതയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചുരം ബദൽ പാത. ഇതിനൊരു തീരുമാനമാകാത്തതും വലിയ രീതിയിലുള്ള വയനാട്ടിൽ ആരാകും വിജയിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. അപ്പം പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കൊട്ടിക്കലാശം നാളെ നടക്കാനിരിക്കെ ഓരോ വീടുകളിലും ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്തെ പ്രചാരണ വാർത്തകളിലേക്കാണ് പോകുന്നത്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ സമയത്ത് തന്നെ LDF സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം UDFിലെ ആരാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും അവസാനമാണ് ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് കൃഷ്ണകുമാറിനെ കൊല്ലത്ത് NDA സ്ഥാനാർത്ഥിയാക്കുന്നതും. ഒന്നാമത് ഞാൻ പറഞ്ഞു വന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ 2 മുന്നണികൾ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചിട്ടും പ്രചരണ പരിപാടികൾ അതീവ മുന്നേറിയത് കൃഷ്ണകുമാർ തന്നെയാണ്. അതിൻ്റെ ഒരു അതുപോലെ തന്നെ ഈ 2 മുന്നണികൾക്കും അതിലൊരു അതൃപ്തി തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നമ്മൾ പല കാര്യങ്ങളും കൊല്ലം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് BJP സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വന്നിട്ട് പക്ഷേ ആ പ്രചരണം ഇപ്പോഴും മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ എന്ത് അപവാദ പ്രചാരണങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ കൂസാക്കാതെ പ്രചാരണം മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കൃഷ്ണകുമാർ എന്ന് തന്നെയല്ലേ ഈ അവസാന ഘട്ടത്തിലും പറയേണ്ടത്. രജനി പറഞ്ഞ വളരെ ശരിയാണ്. തൻ്റെ 2014 MA ബേബിക്കും 2019 KN ബാലഗോപാലിനും കഴിയാത്തത് 2024 മുകേഷിന് കഴിയുമോ എന്നുള്ളതായിരുന്നു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വരുന്ന ചോദ്യം. പിന്നീട് NDAയുടെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വരുന്നതോടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ തന്നെ മാറി മറിഞ്ഞു. ഒരു 2 കക്ഷികൾ തമ്മിലുള്ള LDFും UDFും തമ്മിലുള്ള മത്സരത്തിനപ്പുറത്തേക്ക് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലം മാറുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളായിരുന്നു പിന്നീട് കൊല്ലം മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ആദ്യ ഘട്ടത്തിൽ ചന്ദനത്തോപ്പ് ITയിൽ SFIക്കാർ അദ്ദേഹത്തെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം. പിന്നീട് മുണ്ടക്കൽ പോലെയുള്ള കടൽത്തീരങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ വീട് നഷ്ടമായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെ കേന്ദ്ര സംഘത്തെ അവരെ എത്തിക്കുകയും ചെയ്ത ഇടപെടലുകൾ. അതിനുശേഷം കൊല്ലത്തെ കശുവണ്ടി മേഖലയുടെ വികസനത്തിനായി ഒരു കേന്ദ്ര കാഷ്യൂ ബോർഡ് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനം. അതോടൊപ്പം ഈ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കും സമാനമായ രീതിയിൽ പുരോഗതി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനം. അങ്ങനെ ഒട്ടനവധി ഇടപെടലുകളും അദ്ദേഹത്തിന് കിട്ടുന്ന ജനസ്വീകാര്യതയും വളരെ വർദ്ധിച്ചു വന്ന സമയത്ത്
സമയത്താണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ കൃഷ്ണകുമാറിനൊരു പരിക്ക് പറ്റുന്നതും ആ പരിക്ക് പറ്റുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം CPM പ്രവർത്തകർക്കെതിരെ പരാതി നൽകുന്നു. എന്നാൽ പിന്നീട് ഒരു BJP പ്രവർത്തകൻ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ BJP അതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് ഇന്ന് പരാതി ഈ കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട BJP പ്രവർത്തകനുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചതെന്നാണ്. പോലീസ് അടക്കം തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം അദ്ദേഹം പറഞ്ഞു. LDF പ്രവർത്തകരാണ് ഇങ്ങനെ താനാണ് കൃഷ്ണകുമാറിനെ അപകടത്തിൽപ്പെടുത്തിയെന്ന രീതിയിൽ പോലീസിന് പറഞ്ഞു കൊടുത്തത്. പോലീസ് ഈ CPM പ്രവർത്തകരുടെയും LDF പ്രവർത്തകരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അല്പം ആശങ്കയിലാണ് കൊല്ലത്തെ ഇടത് വലത് മുന്നണികൾ എന്ന് പറയേണ്ടി വരും. കാരണം കൃഷ്ണകുമാർ നേടിയ ഈ വലിയ മുന്നേറ്റം, ഈ പറഞ്ഞ രീതിയിൽ തീരമേഖലയിലും കശുവണ്ടി മേഖലയിലുമൊക്കെ അദ്ദേഹത്തിന് വർദ്ധിച്ച ജനസ്വാധീനം, അദ്ദേഹം സ്വീകരിക്കുന്ന രാഷ്ട്രീയവും അല്ലാത്തതുമായ കാര്യങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, നയങ്ങൾ, പ്രസംഗങ്ങൾ, ഇതെല്ലാം കൊല്ലം മണ്ഡലത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. കാരണം ഇത് ആദ്യഘട്ടത്തിൽ പ്രേമചന്ദ്രനും മുകേഷും തമ്മിലുള്ളൊരു പോരാട്ടം എന്നതിനാണെങ്കിൽ ഇന്നത് ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നിരുന്നു. അപ്രതീക്ഷിതമായ മുന്നേറ്റം തന്നെ മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും ഈ കൃഷ്ണകുമാറിൻ്റെ മുഖത്തെ കണ്ണിനേറ്റ പരിക്കുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിലൊക്കെ സൈബർ സഹായികൾ അവസാന ഘട്ടത്തിലാകുമ്പോൾ ഒരു പരാജയഭീതിയൊക്കെ എത്തുന്ന സമയത്ത് അവർ സ്ഥിരം അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ആ രീതിയിലേക്കൊക്കെ അവർ തിരിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെ വലത് കണ്ണിലെ പരിക്ക് ഇടത് കണ്ണിലേക്ക് മാറി, ഇടത് കണ്ണിലെ പരിക്ക് വലത് കണ്ണിലേക്ക് മാറി എന്നൊക്കെയുള്ള രീതിയിൽ ഫോട്ടോകൾ എഡിറ്റ് ചെയ്തൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ഇപ്പോൾ സൈബർ സഖാക്കൾ പലയിടങ്ങളായി നടത്തുന്നുണ്ട്. എന്തായാലും അതിനെതിരെ കൃഷ്ണകുമാറിൻ്റെ കുടുംബവുമൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഒരു കൃഷ്ണകുമാറിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കൃഷ്ണകുമാർ സെൻട്രിക്കായി കൊല്ലത്തെ ഇലക്ഷൻ മാറുന്നു എന്ന് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്, ചന്ദനത്തോപ്പൈട്ടയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ SFI അതിക്രമം, അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിനേറ്റ ഗുരുതര പരിക്ക്, ആ പരാതി കൃഷ്ണകുമാർ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ അടക്കം ഉപയോഗിച്ച് നടത്തുന്ന സമ്മർദ്ദങ്ങൾ, BJP പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ കൃഷ്ണകുമാറിൽ സെൻട്രിക്കായിട്ട് ഈ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും എന്തായാലും കുപ്രചാരണങ്ങളോ കള്ളപ്രചാരണങ്ങളോ ഒന്നും തന്നെ വില പോകില്ല ഒരു NDA സ്ഥാനാർത്ഥിക്ക് നേരെയും. എന്തായാലും ഇപ്പോൾ കൊല്ലം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കൃഷ്ണകുമാറിലാണ് എന്ന് തന്നെ വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം മറ്റു സ്ഥാനാർത്ഥികളും പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നേറുക തന്നെയാണ് ചെയ്യുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. മനോജ്, പ്രധാനമന്ത്രി അടക്കം തികഞ്ഞ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂരിൽ. ഒരു ഗ്ലാമർ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. സുരേഷ് ഗോപി പറയുമ്പോൾ തന്നെ തൃശ്ശൂർ എടുക്കാൻ പോവുകയാണ് വീണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിശക്തമായ പ്രചാരണ പരിപാടികൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ, NDA സ്ഥാനാർത്ഥിയ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് 2 മുന്നണികളിലെ സ്ഥാനാർത്ഥികളും പ്രചാരണ പരിപാടികളുമായിട്ട് ഈ അവസാന നിമിഷങ്ങളിൽ മുന്നേറുക തന്നെയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും രജനി, തൃശ്ശൂർ ഇത്തവണ ആർക്കൊപ്പം അതിന് ജനങ്ങൾ പറയുന്ന മറുപടി ഇത്തവണ വികസനത്തിനൊപ്പമാണ്, SGക്കൊപ്പമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതുതന്നെയാണ് ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി NDA നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. സുരേഷ് ഗോപി ഇന്നും ഈ സമയത്തും ഓരോ സ്ഥലങ്ങളിലായി ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ മറ്റു മുന്നണികളും ഈ വേഗത കൂട്ടുകയാണ്. കാരണം ഇനി അവസാന നിമിഷങ്ങളാണ്, നാളെ കൊട്ടിക്കലാശമാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടക്കം പ്രവർത്തകർക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കുമൊക്കെ വളരെയധികം ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് NDA നേതൃത്വം ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും ഈ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊട്ടിക്കലാശത്തിനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. പ്രചാരണ പരിപാടികളിലൊക്കെ ഭാഗമായിക്കൊണ്ട് എല്ലാവരും ഇവിടെയുണ്ട്. അതുതന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുന്നതും. നാളെ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകളും അതോടൊപ്പം അതുപോലെ തന്നെ ചിഹ്നങ്ങളുമൊക്കെ. എന്തായാലും നാളെ കൊട്ടിക്കലാശത്തിന് ഇതൊക്കെ തന്നെ നമുക്ക് വലിയ ഒരു പ്രചാരണം തന്നെ BJPയുടെ NDAയുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നതിൽ മാറ്റമില്ല. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് അണിയറയിൽ നടക്കുന്നതും. അതോടൊപ്പം പ്രചാരണം ഈ ഒരു ചൂട് കാലത്തും വളരെയധികം ചൂടാണ് നമുക്കറിയാം. എന്നിട്ടും പ്രവർത്തകരൊക്കെ ആവേശമായി തന്നെ ഈ ഒരു പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്.
എല്ലാ ബൂത്തുകളിലും വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായ മെറ്റീരിയലും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇവിടെ നിന്ന് ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പ്രവർത്തകർക്കൊക്കെ ദിവസവും ഭക്ഷണം നൽകുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നമ്മളോടൊക്കെ ചേരുകയാണ്. ഈ പ്രചാരണ രംഗത്ത് പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം കൊടുക്കുന്ന പോലെ അതുപോലെ ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ തോന്നുന്നു? ഇത് നമ്മുടെ ഒരു വീടാണ്. അതിലെല്ലാവർക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും എല്ലാവിധ പിന്തുണയും പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി വിജയിക്കും, സുരേഷ് ഗോപി സാർ വിജയിക്കും. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മളോടൊപ്പം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ കൂടെ ചേരുകയാണ്. പക്ഷേ ഈ പ്രവർത്തനമൊക്കെ അങ്ങനെ പുരോഗമിക്കുകയാണ്. പ്രചാരണ രംഗത്തൊക്കെ തന്നെ സജീവമാണ്. എന്ത് തോന്നുന്നു ഈ ഒരു അവസാന ഘട്ടത്തിൽ? തീർച്ചയായിട്ടും നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുകയാണ് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ 2 കൂട്ടരും BJPയോട് മത്സരിച്ച് കിതയ്ക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതേ സമയത്ത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സമാജസ്നേഹിയായ സമർപ്പണ ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സ്ഥാനാർത്ഥിയെ അണിനിരത്തി BJP മുന്നോട്ട് പോകുമ്പോൾ അതൊരു കുതിപ്പായി മാറുകയാണ്. 2 മുന്നണികളും, അതായത് ഇടത് വലത് മുന്നണികൾ കിതയ്ക്കുമ്പോൾ NDA കുതിക്കുകയാണ്. ജനങ്ങളെ മിക്കവാറും ഈ മണ്ഡലത്തിലെ 14 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ നേരിട്ട് അവരുടെ വീടുകളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ ഇതിനകം 2, 3, 4 തവണയായി സമ്പർക്കം നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാന വട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വീണ്ടും ഈ സമ്പർക്ക പരിപാടിയിൽ നമ്മുടെ പ്രവർത്തകർ മുഴുകിയിരിക്കുകയാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ നാളെ കുട്ടിക്കലാശം നടക്കുമ്പോൾ അതൊരു ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ജനങ്ങൾ മുഴുവൻ BJPയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു എന്നുള്ളതാണ് ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസം. പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ വലിയ ആത്മവിശ്വാസം തന്നെയല്ലേ നൽകിയിട്ടുള്ളത്? 100%. പ്രധാനമന്ത്രി അദ്ദേഹം തൃശ്ശൂരിൽ മഹിളാ സമ്മേളനത്തിൽ വെച്ചാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ആ ഗ്യാരണ്ടി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നൽകുന്ന വാഗ്ദാനങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം നെഞ്ചേറ്റി അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയെ നേരത്തെ തന്നെ തൃശ്ശൂരുകാർ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരത്തിന് സാങ്കേതികമായ അനുമതി പത്രം കൂടിയാണ് ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കുക. തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് തൃശ്ശൂരിലും ആ വിജയം സുനിശ്ചിതമാണ്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണ് എന്നാണ് ഓരോ പ്രവർത്തകരും പറയുന്നത്. SGക്കൊപ്പം തൃശ്ശൂർ എന്നാണ് പറയുന്നത്. ഒപ്പം സംസ്ഥാനത്തടക്കം 13 മണ്ഡലങ്ങളിൽ 26-ാം തീയതി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നാളെ കൊട്ടിക്കലാശമാണ്. പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലെത്തി നിൽക്കുന്നു. ഓരോ വീടുകളിലും കയറിയിറങ്ങി ഓരോ ജനങ്ങളെയും കണ്ടും കേട്ടുമൊക്കെ തന്നെ വോട്ട് തേടുകയാണ് 3 മുന്നണികളും 3 സ്ഥാനാർത്ഥികളും. പ്രചരണം അതിശക്തമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.